എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ഹാലവിഡ് ജോയിൻറ്റിൻ്റെ ഫിഗർ എങ്ങനെ വരയ്ക്കാം? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇടത്ത് വശത്തായി എക്സ്പെരിമെൻ്റ് നമ്പർ 2, വലത്ത് വശത്ത് കമൻസ്ഡ് ഓൺ, അതിൻ്റെ താഴെ ഫിനിഷ്ഡ് ഓൺ, അതിൻ്റെ താഴെ ഓപ്പൺ ഹാലവിഡ് ജോയിൻറ്റ് എന്നൊരു ഹെഡിങ്, ഒരു അണ്ടർലൈൻ. ഇവിടെ നമ്മൾ എടുക്കുന്ന ലെങ്ത്ത് 240 എന്ന ലെങ്ത്തുള്ള വർക്ക് പീസിനെ സെൻറ്റർ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 വർക്ക് പീസാണുള്ളത്. 120 ലെങ്ത്ത്, വിഡ്ത്ത് 45, തിക്നെസ് 30. ഫുൾ ലെങ്ത്ത് ഫിഗർ വരയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ 3:4 എന്ന അനുപാതത്തിലാണ് ഫിഗർ വരയ്ക്കാൻ പോകുന്നത്. പേജിൻ്റെ സെൻറ്ററിൽ നിന്നും അല്പം താഴെയായി ഒരു ബേസ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്നും ഒരു 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 30 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ച് ആ പോയിന്റുകൾ യോജിപ്പിക്കുക. ഇവിടെ ലെങ്ത്ത് 120ക്ക് പകരം 90 മില്ലിമീറ്റർ ആണ് എടുക്കുന്നത്. കാരണം 3:4 എന്ന അനുപാതത്തിലാണ് ഡ്രോയിങ് ചെയ്യുന്നത്. ലെങ്ത്ത് വരുന്നത് 90 മില്ലിമീറ്റർ അഥവാ 9 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് വരുന്നത് 45ന് പകരം 33 ആണ് എടുക്കുന്നത്. തിക്നെസ് 30ക്ക് പകരം 21 ആണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് 9 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് വരുന്നത് 33 മില്ലിമീറ്റർ അഥവാ 3.3 സെൻറ്റിമീറ്റർ. തിക്നെസ് വരുന്നത് 21 മില്ലിമീറ്റർ അഥവാ 2.1 സെൻറ്റിമീറ്റർ. ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി ബേസ് ലൈനിനോട് ചേർത്ത് സ്കെയിൽ വയ്ക്കുന്നു. അതിനുശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഇനി ഇവിടെ തിക്നെസ് മാർക്ക് ചെയ്യുന്നു, 21 മില്ലിമീറ്റർ. അതിനുശേഷം മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം യോജിപ്പിക്കുന്നു. അതിനുശേഷം കോമ്പസ് ഉപയോഗിച്ച് 9 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്നും ഒരു ആർക്ക് മാർക്ക് ചെയ്യുന്നു. 33 മില്ലിമീറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോയിന്റിൽ നിന്നും മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. ആർക്കുകൾ കൂട്ടിമുട്ടിയ ഭാഗത്തിൽ നിന്നും ലൈനുകൾ വരയ്ക്കുന്നു. അടുത്തതായി 33 മില്ലിമീറ്റർ സെൻട്രലിൽ നിന്നും ലഭിക്കുന്നതിന് വേണ്ടി വർക്ക് പീസിൻ്റെ 4 സൈഡിൽ നിന്നും 2.8 മില്ലിമീറ്റർ രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തിയ പോയിന്റിൽ നിന്നും 9 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെൻട്രലിലൂടെ അടുത്ത വർക്ക് പീസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സെൻട്രൽ 3.3 ഈ ആർക്കുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത്ത് 9 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം
ഈ രണ്ട് ലൈനിൻ്റെയും അവസാന ഭാഗം നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം കാണുന്നത് പോലെ നേരെ താഴോട്ട് ലൈനുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വെർട്ടിക്കൽ ലൈനുകൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ 2.1 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം മാർക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ലൈനിനു സമാന്തരമായി പാരലലായി ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക് പീസിൻ്റെ ഹാഫ് തിക്നെസ് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റുകൾ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ഡയമെൻഷൻ ചെയ്യാൻ നമ്മൾ 1.3 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ വരച്ചതിന് ശേഷം 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനുകൾ യോജിപ്പിക്കുന്നു. വളരെ തിന്നായിട്ട് വേണം ഈ ലൈനുകൾ ഡ്രോയിങ് ചെയ്യാൻ. അതിനുശേഷം ആരോ ഹെഡ് കൊടുത്തതിന് ശേഷം ലെങ്ത്ത്, വിഡ്ത്ത്, തിക്നെസ് എല്ലാം മാർക്ക് ചെയ്യേണ്ടതാണ്.